ട്രാൻസിൽവാനിയയിലെ ഇരുണ്ട പർവ്വതങ്ങളുടെ മുകളിൽ ഒരു ഭീമാകരമായ കൊട്ടാരം നിലകൊണ്ടിരുന്നു. മേഘങ്ങൾ സൂര്യനെ മറച്ചിടും. ആ സ്ഥലത്ത് ഒരിക്കലും പുലരി കയറിയിട്ടില്ലെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ പതിവായി മുന്നറിയിപ്പ് നൽകും: രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്. അവിടെ രാത്രിയിൽ മാത്രം ജീവിക്കുന്ന രക്തദാഹിയുണ്ട്. ഒരു ദിവസം മഴയും കാറ്റും നിറഞ്ഞ രാത്രിയിൽ വഴിതെറ്റിയൊരു യാത്രക്കാരൻ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലെത്തി. വലിയ ഇരുമ്പ് കതക് തുറന്നു. ഉള്ളിൽ ഇരുട്ട് മാത്രവും ചില മെഴുകുതിരികളുടെ മങ്ങിയ പ്രകാശവും ഭീതിജനകമായ ആ ശാന്തതയിൽ ഹൃദയം പിടയുന്ന അവസ്ഥ. അപ്പോഴാണ് നിലാവിൻ്റെ വെള്ള വെളിച്ചത്തിൽ ഒരാൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. വെളുത്ത ശരീരത്തിലും രക്തം നിറഞ്ഞ കണ്ണുകളിലും നീണ്ട കറുത്ത കുപ്പായത്തിലും അവൻ ഡ്രാക്കുളയായിരുന്നു. യാത്രക്കാരൻ ശ്രദ്ധിച്ചു. കൊട്ടാരത്തിൻ്റെ മതിലുകളിൽ എല്ലാം നിഴലുകളും പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഡ്രാക്കുളയ്ക്ക് മാത്രം നിഴലില്ല. ഡ്രാക്കുളയുടെ കണ്ണുകൾ യാത്രക്കാരൻ്റെ കണ്ണുകളെ കുടുക്കി. ഒരു നിമിഷം പോലും അവിടെ നിന്ന് രക്ഷപ്പെടാനാകാത്തൊരു പിടിമുറുക്കം. കാറ്റ് കുത്തിയടിക്കുന്നപ്പോൾ കൊട്ടാരത്തിനകത്ത് പെട്ടെന്ന് മിന്നൽ തെളിഞ്ഞു. ഡ്രാക്കുള തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ പുറത്തെടുത്തു. ഒരു കുത്തിലുള്ളു യാത്രക്കാരൻ്റെ കഴുത്തിലേക്ക് അവൻ ചാടി. കൊട്ടാരത്തിനകത്ത് ഒരു നിലവിളി മുഴങ്ങി. ഉടൻ അത് മഞ്ഞും ഇരുട്ടും വിഴുങ്ങി. പുറത്തു നോക്കിയപ്പോൾ ചുവപ്പ് നിറഞ്ഞ ചന്ദ്രൻ മാത്രം ആകാശത്ത് തെളിഞ്ഞു. ഗ്രാമക്കാർ വീണ്ടും ഭയത്തോടെ പറഞ്ഞു: ഡ്രാക്കുള വീണ്ടും വേട്ട തുടങ്ങി. മനുഷ്യർക്കൊരു ശാപമായി.